ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് മരണ സംസ്കാരത്തിൻ്റെ ഒരു ലോകത്തെക്കുറിച്ച്. നമുക്കറിയാം, നമുക്ക് മുന്നിലുള്ള ലോകം എന്ന് പറയുക വലിയൊരു മരണ സംസ്കാരത്തിൻ്റെ ലോകമാണ്. നമ്മൾ പണ്ടൊക്കെ പറയും പത്രമൊക്കെ എടുത്ത് വായിച്ചാൽ മതി രാവിലെ. ഇപ്പോൾ പത്രം എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ ഇതാണ് നമ്മൾ നിരന്തരം കാണുക, കൊലപാതകങ്ങളെ കുറിച്ച്. എനിക്ക് തോന്നുന്നു 2025 ആദ്യ 2 മാസം കൊണ്ട് കേരളത്തിൽ 80 കൊലപാതകങ്ങൾ സംഭവിച്ചു എന്നാണ് പറയുന്നത്. കേരളത്തിൽ 80 കൊലപാതകങ്ങൾ. 80 കൊലപാതകങ്ങളിൽ 50 കൊലപാതകങ്ങളും നടത്തിയത് മരിച്ച വ്യക്തിയുടെ ഏറ്റവും പ്രിയപ്പെട്ട അപ്പനമ്മ, ഭാര്യ, ഭർത്താവ്, സഹോദരൻ, സഹോദരി, ഇങ്ങനെ അടുത്ത ബന്ധുക്കളാണെന്ന് പറയുന്നത്. അപ്പം മരണ സംസ്കാരത്തിന്റെ ഒരു ലോകത്തിലാണ് ഞാനും നിങ്ങളും ആയിരിക്കുക. ഈ ലോകത്തില് ജീവന്റെ സംരക്ഷകരായിട്ട് മാറേണ്ടതാണ് ക്രൈസ്തവ കുടുംബം. ഈ മരണ സംസ്കാരത്തെ കുറിച്ച് പറയുമ്പോൾ അത് ഭ്രൂണഹത്യ എന്ന ഒരു കാര്യത്തിൽ മാത്രം ഒതുങ്ങുന്ന വസ്തുതയല്ല, അതിൽ പെടും. അച്ഛൻ പറയുക, ജീവന്റെ ആദ്യ നിമിഷം മുതൽ, അതായത് അമ്മയുടെ ഉദരത്തിൽ ജീവൻ ഉരുവാകുന്ന ആദ്യ നിമിഷം മുതൽ അതിന്റെ സ്വാഭാവികമായ ദൈവസന്നിധിയിലേക്ക് ഉയർത്തപ്പെടുന്ന, എടുക്കപ്പെടുന്ന അവസാന നിമിഷം വരെ ജീവന്റെ സംരക്ഷകരായിട്ട് മാറേണ്ട ഇടങ്ങളാണ് നമ്മുടെ കുടുംബം. മാതാപിതാക്കന്മാർക്ക് പ്രായമായി കഴിയുമ്പോൾ ഒരു വേണ്ട ചവിട്ടി പുറത്താക്കേണ്ട സ്ഥലമല്ല കുടുംബം. മക്കളെ സ്വീകരിക്കേണ്ട ഇടമാണ് കുടുംബം. ജീവൻ സംരക്ഷിക്കപ്പെടേണ്ട ഇടമാണ് കുടുംബം. ജീവൻ നിലനിർത്തപ്പെടേണ്ട ഇടമാണ് കുടുംബം എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയുക. ഈ മരണ സംസ്കാരത്തിന്റെ ലോകത്തിൽ ജീവനെ ബഹുമാനിക്കുന്ന, മനുഷ്യ ജീവനെ ബഹുമാനിക്കുന്ന, സ്നേഹിക്കുന്ന ഇടങ്ങളായിട്ട് നമ്മുടെ